ഓക്കെ സോ ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. വളരെ റാൻഡം ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് എനിക്കിതിനെ പറ്റി സംസാരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. സോ നമുക്ക് ഇതെൻ്റെ വണ്ടിയല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ സ്വിഫ്റ്റ് ആണ്. ആൻഡ് അതുകൊണ്ട് നമ്മളതിൻ്റെ സിനിമാറ്റിക്സോ കാര്യങ്ങളോ ഒന്നും എന്തായാലും ഇടുന്നതായിരിക്കില്ല വീഡിയോയുടെ ഇടയിൽ. ജസ്റ്റ് ഈ വണ്ടിയുടെ ഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ 4th ജനറേഷൻ സ്വിഫ്റ്റ് വന്നിരിക്കുമ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ആൾക്കാർ ഈ വണ്ടി വാങ്ങാതിരിക്കൽ, ഇത് ശരിക്കും ഈ പ്രൈസ് പോയിൻറ്റ് നല്ലതാണോ, വേറെ എന്തെങ്കിലും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് അവർ നമ്മുടെ ഇഗ്നിസിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയത്. അല്ലെങ്കിൽ എനിക്ക് ഈ പ്രൈസ് പോയിൻറ്റിൽ ഇഗ്നിസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വണ്ടികൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസ് പോയിൻറ്റിൽ തന്നെ വേറെ മാരുതിയുടെയും ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 50,000 60,000 ഒക്കെ അഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിസൈറോ, ബലെനോ അങ്ങനെ പല ഓപ്ഷൻസും കിട്ടും. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ്, അതായത് ഒരു 8-9 ലക്ഷം രൂപയൊക്കെ ബഡ്ജറ്റുള്ള ആൾക്കാർ ആണ്, ഓർ ഏകദേശം ഒരു 10 ലക്ഷം രൂപയൊക്കെ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് വണ്ടിയായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലത് എന്ന് നമുക്ക് നോക്കാം. ഈ സ്വിഫ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്നത് ഒരു Z12E എന്ന് പറഞ്ഞിട്ടുള്ള 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇത് അവർ 3 സിലിണ്ടർ ആക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞത് മൈലേജ് ആണ്. പിന്നെ ലോ എൻഡിൻ്റെ പവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഞാൻ ആദ്യം മൈലേജിലേക്ക് വരാം, നമുക്ക് പവറൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. മൈലേജ് ഞാൻ ഈ വണ്ടി ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഈ ദിവസം ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് എൻ്റെ അടുത്ത വണ്ടിയാണ്. ആൻഡ് അതിലെനിക്ക് ഏകദേശം ഒരു ആവറേജ് മൈലേജ് കിട്ടിയത് 16 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പുഷ് ചെയ്ത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ആണെങ്കിൽ ഒരു 17 to 18 kmpയിലൊക്കെ വേണമെങ്കിൽ കിട്ടിയേനെ. സോ മൈലേജ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. പക്ഷേ 1.2 തന്നെ ആണെങ്കിലും, അതായത് 4 സിലിണ്ടർ നമ്മുടെ K12M ആണെങ്കിലും K12N ആണെങ്കിലും, 2 എഞ്ചിൻസ് ആണെങ്കിലും ഏകദേശം ഇത്രയൊക്കെ തന്നെ മൈലേജ് കിട്ടുന്ന പോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ഫാമിലിയിൽ ഒരു ഇഗ്നിസ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിനും ഒരു ഇഗ്നിസ് ഉണ്ട്. പിന്നെ അല്ലാതെ ബലെനോ, സ്വിഫ്റ്റൊക്കെ ഉള്ള ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ഉണ്ട് നമ്മുടെ 1.2 4 സിലിണ്ടർ എഞ്ചിനുള്ളത്. ഏകദേശം ഇതുപോലത്തെ സിമിലർ മൈലേജ് ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ തന്നെ കിട്ടാറ്. അതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ മൈലേജ് കിട്ടുന്നതായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇഗ്നിസ് വിത്ത് നമ്മുടെ K12M എഞ്ചിനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഡ്യുവൽ ജെറ്റ് അല്ല, 83 ഹോഴ്സ് പവർ മോഡലാണ്. അതാണ് പറഞ്ഞു വരുമ്പം ഏറ്റവും പഴയ എഞ്ചിൻ. ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് 2021 മുതൽ മുകളിലേക്ക് വന്നിരിക്കുന്ന കുറേ അപ്ഡേറ്റഡ് വണ്ടികൾ. അതായത് 3rd gen സ്വിഫ്റ്റിൻ്റെ ലാസ്റ്റ് മോഡൽ. ഇപ്പോൾ വരുന്ന ബലെനോയിൽ നമുക്ക് ഡ്യുവൽ ജെറ്റ് ആണ്, K12N ആണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ വാഗണാർ K12N ആണ്. ആക്ച്വലി 1.2 വരുന്ന ഇപ്പോൾ സ്വിഫ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം K12N തന്നെയാണ്. ഫ്രോങ്സ് അങ്ങനെ. സോ അതിൻ്റെ അതായത് ഇഗ്നിസിന് എനിക്ക്, അതായത് എൻ്റെ ഫ്രണ്ടിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് കളമശ്ശേരി ടൗണിൽ ഓടിച്ചിട്ട് ഏകദേശം 14 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അതുപോലെ ഹൈവേ പോകുകയാണെങ്കിൽ 20 to 22 kmpയിലൊക്കെ അതിനും കിട്ടാറുണ്ട്. സോ അതാണ് മൈലേജിൻ്റെ കേസ്. ഇതിൻ്റെ എനിക്ക് കിട്ടിയ മൈലേജ് പറഞ്ഞു. പിന്നെ പവറിൻ്റെ കേസ്, ഈ വണ്ടി ഇവർ പറഞ്ഞ പോലെ തന്നെ ലോ എൻഡിൽ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പം K12 സീരീസിലുള്ള എഞ്ചിൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ലോ എൻഡിൽ അധികം അങ്ങനെ വലിയ പുഷ് ബാക്കോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ലീനിയർ ആയിട്ടുള്ള ആക്സലറേഷനാണ്. ഈ വണ്ടിയുടെ അത്ര ലീനിയർ അല്ല. നമുക്ക് ഇനീഷ്യൽ, അതായത് ലോ എൻഡ് എടുക്കുകയാണെങ്കിൽ 2000 RPM വരെയൊക്കെ, ഒരു 2000-2500 RPM വരെയൊക്കെ നമ്മൾ ആക്സലറേറ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡോ തേർഡോ ഒക്കെ ആണെങ്കിലും വണ്ടിക്ക് അത്യാവശ്യം ചെറിയൊരു പുഷ് ബാക്ക് ഉണ്ട് ലോ എൻഡ് ഒരു റേഞ്ചിൽ. അതായത് ഒരു 1500 മുതൽ 2500 RPM ഇടയിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു പുഷ് ബാക്ക് വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കിപ്പോൾ സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിലൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറയാം. ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി മാനുവലാണ്, നമുക്ക് ഇത് AMTയിൽ കിട്ടുന്നുണ്ട്. AMT ഞാൻ ഈ വണ്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ നോർമലി ഇപ്പോൾ നമുക്ക് ഇഗ്നിസിലൊക്കെ കിട്ടുന്ന AMT ഓർ ബലെനോയിലൊക്കെ കിട്ടുന്ന AMT ആണെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്, അല്ലാതെ ഭയങ്കര അഗ്രസീവ് ഷിഫ്റ്റിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടിയുടെ ആണെങ്കിലും AMTയുടെ നേച്ചറിൽ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ മാനുവൽ ട്രാൻസ്മിഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര സ്മൂത്താണ്. നമുക്ക് യൂഷ്വലി സുസുക്കിയുടെ കിട്ടുന്ന എല്ലാ മാനുവൽ ട്രാൻസ്മിഷൻ പോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. നമുക്കിപ്പം ഇതിൻ്റെ പെഡൽസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അടുത്താണ്. നമുക്ക് റെമാച്ച് ചെയ്യണമെങ്കിലോ ഓർ ഈവൻ ഹീൽ ആൻഡ് ടോ ചെയ്യണമെങ്കിലോ ഒക്കെ അത്യാവശ്യം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫുട്വെൽ ഏരിയയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കാലൊക്കെ വെക്കാനാണെങ്കിൽ ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ഫിഗോ ഡീസലാണ്, 2nd gen ഫിഗോ ഡീസൽ. അതിൻ്റെ ഫുട്വെൽ ഏരിയ ഭയങ്കര ഗ്രാൻഡാണ്. എൻ്റെ വണ്ടി പോയതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്, അതാണ് വേറൊരു കാര്യം. സോ അതിന് പകരമായിട്ട് ഇതെടുത്ത സ്ഥിതിക്ക് എനിക്ക് എൻ്റെ ഡെയിലി റുട്ടീൻ ഡ്രൈവിൽ കുറച്ചും കൂടെ കാലൊക്കെ വെക്കാൻ ഫ്രണ്ടിൽ ഫുട്ബോൾ ഏരിയയിൽ കുറച്ചും കൂടെ സ്ഥലമുള്ളതുപോലെ ഫീൽ ചെയ്തു. അതാണ് ഇരിക്കുന്നതിൻ്റെ കാര്യം. പിന്നെ സീറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ വിട്ട് കൂടുതലാണ്, നമുക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇതൊക്കെ സുസുക്കിയുടെ ഇപ്പോഴത്തെ ബലെനോ ആയാലും ഓർ ഈവൻ നമ്മുടെ ഡിസയറിൻ്റെ കേസാണെങ്കിലും എല്ലാത്തിലും ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. സീറ്റിൻ്റെ കേസിലൊന്നും വേറെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഇപ്പോഴത്തെ ഇവരുടെ സീറ്റെല്ലാം അത്യാവശ്യം സോഫ്റ്റാണ്. പിന്നെ അത്യാവശ്യം നല്ല വിട്ടുള്ള സീറ്റ്സാണ് സുസുക്കി എപ്പോഴും അവരുടെ ഇപ്പോഴത്തെ വണ്ടികളെല്ലാം കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, മൈലേജ് പറഞ്ഞു, അതുപോലെ
ഗിയർ ബോക്സ് പറഞ്ഞു. ഇനി പവറിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോ എൻഡ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഓക്കെ, ഇനി മിഡ് റേഞ്ച്. ഈ വണ്ടിക്ക് മെയിനായിട്ട് നമുക്കൊരു പവർ ബാൻഡിൽ വ്യത്യാസം വരുന്നത് മിഡ് റേഞ്ചിൻ്റെ കാര്യത്തിലാണ്. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള മിഡ് റേഞ്ച് ആണെന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുന്നത്, പവറിൽ സ്പൈക്കോ അല്ലെങ്കിൽ ഒരു ലീനിയർ ഫീലോ ഒന്നും കിട്ടില്ല. 2000-2500 RPM വരെ നമുക്ക് ഏകദേശം ഒരു സെയിം ഫീൽ വരും. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ഒരു ഇത്തിരി ഡള്ളായതുപോലെ തോന്നും. പിന്നെ ഒരു 4500 RPM ഒക്കെ കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്നും കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ടോപ്പിൻ്റെ കുറച്ചും കൂടെ പവർ ഇമ്പ്രൂവ് ആവുന്ന പോലെ തോന്നും. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഒരു ഇൻക്രീസ് ഒന്നും തോന്നിയ പോലെ ഇതാവില്ല പവറിൻ്റെ കേസിൽ. ഏകദേശം ഒരു 6000 RPM അടുത്തൊക്കെയാണ് ഈ വണ്ടിയുടെ റെഡ് ലൈൻ വരുന്നത്. അങ്ങോട്ട് അങ്ങനെ ഡെയിലി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ ലോ എൻഡിൽ തന്നെ ഇട്ട് നമുക്ക് കളിക്കാൻ മാത്രം അത്യാവശ്യം പവർ വരുന്നുണ്ട്. സോ ഒരു 3500-4000 RPM വരെയൊക്കെ നമ്മൾ ഡെയിലി ഡ്രൈവിൽ കൊണ്ടുപോയി തന്നെ അത്യാവശ്യം ഒരു യൂസബിലിറ്റിയുടെ കേസ് വെച്ച് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അത്രയും ടോപ്പ് എൻഡിലോട്ടൊക്കെ റെവ് ചെയ്ത് പോകണമെങ്കിൽ ആവശ്യത്തിന് പവറുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. നമുക്കിപ്പോൾ ഇഗ്നിസിൻ്റെ പോലെ അത്രയും ലൈറ്റ് ആൻഡ് പെപ്പി ആയിട്ടുള്ള K12M എഞ്ചിൻ്റെ ഒരു ഫീൽ അല്ല ഇതിനകത്ത് കിട്ടുന്നത്. മറ്റേ എഞ്ചിൻ ഇപ്പോൾ K12M എഞ്ചിൻ ആണെങ്കിൽ അത് ഭയങ്കര ലീനിയറാണ്. നമുക്കിപ്പോൾ ലോ എൻഡിൽ നിന്ന് ഏകദേശം ഒരു 6200-6300 RPM വരെയാണ് അത് പോകുന്നത്. ആ വണ്ടി ഒരു കോൺസ്റ്റൻറ്റ് ഫീലിനാണ് പുള്ള് ചെയ്യുന്നത്. നമുക്ക് എവിടെയും ഇപ്പോൾ മിഡ് റേഞ്ച് ആണെങ്കിലും അതിൻ്റെ ഒരു രീതിയിൽ നമുക്ക് ലാക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല. വളരെ ലീനിയറായിട്ടാണ് അതിൻ്റെ പവർ ബാൻഡ് പോകുന്നത്. K12N ഒരു പരിധി വരെ ലീനിയറാണ് അത്. പക്ഷേ ഡ്യുവൽ ജെറ്റ് ആക്കിയപ്പം അവർ ഓൺ പേപ്പർ 90 ഹോഴ്സ് പവർ 113 Nm അതൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ K12N ആണെങ്കിൽ അത് 83 ഹോഴ്സ് പവർ ആണ്. പറഞ്ഞു വരുമ്പോൾ 7 ഹോഴ്സ് പവറിൻ്റെ ജമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും മിഡ് റേഞ്ച് അതിൻ്റെ അകത്ത് അവർ കുറച്ചും കൂടെ ഒന്ന് ഡൾ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അത്രയും ഡൾ ഡൗൺ അല്ല, അത് കുറച്ചും കൂടെ നമുക്ക് മിഡ് റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് K12M കിട്ടിയിരുന്ന അത്രയും ഒരു മിഡ് റേഞ്ച് വണ്ടികളൊന്നുമില്ല. അതായത് നിങ്ങളൊരു 2021 വരെ വന്നിരിക്കുന്ന സ്വിഫ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ തേർഡ് ജെൻ സ്വിഫ്റ്റ് 2021 മുന്നേ ഡ്യുവൽ ജെറ്റ് വരുന്ന വണ്ടി വരെയുള്ള ആ ഒരു മോഡൽ, അതിനകത്താണ് K12M എഞ്ചിൻ ഉള്ളത്. ഇപ്പോൾ ഇഗ്നിസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുത്താലും ധാരാളം മതി. അതിൻ്റെ അകത്ത് സെയിം സൗണ്ട്, സെയിം ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാ സംഭവം അതിൻ്റെ അകത്ത് വരുന്നത് സെയിം ആണ്. ഡ്യുവൽ ജെറ്റ് ആക്കിയപ്പം അതാണ് നമുക്ക് പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷേ അതിന് പിന്നെ അത്യാവശ്യം ടോപ്പ് ആൻഡ് പവർ ഉണ്ട്. 3 സിലിണ്ടർ അല്ല, 4 സിലിണ്ടർ ആണ്. അതുകൊണ്ട് ഭയങ്കര സ്മൂത്താണ്. ഈ വണ്ടി 3 സിലിണ്ടർ ആയതിൻ്റെ അത്യാവശ്യം അറിയാനുണ്ട്. ക്യാബിൻ്റെ അകത്തൊക്കെ ആ ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻസ് നമുക്ക് വരും. ഇപ്പോൾ സുസുക്കിയുടെ ആണെങ്കിലും 3 സിലിണ്ടർ എഞ്ചിൻസ് സ്മൂത്താണ്. 4 സിലിണ്ടർ എഞ്ചിൻസിൻ്റെ അത്ര ഒരു സ്മൂത്ത്നെസ് ഒരിക്കലും 3 സിലിണ്ടർ എഞ്ചിൻസിന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഏത് കമ്പനി ആണെങ്കിലും. ഇതിന് ഈവൻ ദോ ടാറ്റയുടെ ഒക്കെ 3 സിലിണ്ടേഴ്സിൻ്റെ അത്രയും വൈബ്രേഷൻ വരുന്നില്ല. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ചില പുതിയ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻസ് ഉണ്ട്. അതൊക്കെ ആണെങ്കിലും ഐഡിലിങ്ങിൽ നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എടുക്കുകയാണെങ്കിൽ വണ്ടി കുറച്ച് സ്മൂത്ത് ആവും. ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ഈ വണ്ടിയും വരുന്നത്. നമുക്ക് ഭയങ്കര വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 4 സിലിണ്ടർ അത്രയും സ്മൂത്ത് അല്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ ടാറ്റ അല്ലെങ്കിൽ വേറെ കുറച്ച് 3 സിലിണ്ടർ വണ്ടികളുണ്ട്. ഇപ്പോൾ നമ്മുടെ മാഗ്നേറ്റ് ഒക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ വണ്ടി വരുന്നത് എന്ന് പറയാം. എന്നാലും അൾട്ടിമേറ്റ് റിഫൈൻമെൻറ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഇതിൻ്റെ അകത്തുനിന്ന്. ഇത്രയും നേരം ഞാൻ സ്വിഫ്റ്റ് ഓടിക്കുന്നതിനുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. കാരണം ഈ അടുത്ത കുറച്ച് കാലത്തായിട്ട് എടുക്കുകയാണെങ്കിൽ സാധാരണ ഇതിൽ മിക്ക മാസങ്ങൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 വണ്ടികൾ സെയിൽസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പായിട്ടും സ്വിഫ്റ്റ് ഉണ്ടാവും. പക്ഷേ ചില മാസങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം സ്വിഫ്റ്റ് മിസ്സിംഗ് ആയിരുന്നു. കഴിഞ്ഞ മാസം സ്വിഫ്റ്റ് പിന്നെ തിരിച്ച് കയറി. പക്ഷേ ടോപ്പ് 5 ഇല്ലായിരുന്നു. കറക്റ്റ് പൊസിഷൻ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും നമുക്ക് ആ ഒരു ജസ്റ്റ് മിസ്സിന് ടോപ്പ് 10 പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു വണ്ടിയാണ് ഇപ്പോൾ സ്വിഫ്റ്റ്. ചില മാസങ്ങളൊന്നും കാണാറില്ല. അതുകൊണ്ട് ഇപ്പോൾ സ്വിഫ്റ്റ് എടുക്കുന്ന വെർത്താണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷനായിട്ട് എനിക്ക് എപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ളത് ഒന്ന് ഇതിൻ്റെ തന്നെ സെഡാനായിട്ടുള്ള ഡിസൈർ. ഈ ഡിസൈറും ഇപ്പോൾ വരുന്ന സ്വിഫ്റ്റും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസിയേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതും ഫോർ നോട്ട് സോ മച്ച് മണി. കാരണം നമുക്ക് ഏകദേശം ഒരു 50,000-60,000 ആണ് ഇതിൻ്റെ തന്നെ ഡിസൈർ മോഡൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത്. ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് ഓൺ റോഡ് പ്രൈസ് ഞാനിപ്പം ഇതിൻ്റെ ZXi പ്ലസ് AMT ഡ്യുവൽറ്റ് ആണ്, അതായത് ഏറ്റവും മാക്സിമം സ്പെക്ക് വേർഷൻ വരുന്നതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കിയപ്പോൾ ഏകദേശം 10.4 lakhs ആയിരുന്നു കാണിച്ചത്. അതേസമയം നമ്മുടെ ഡിസൈർ ആണെങ്കിൽ ഏകദേശം 11 lakhsനടുത്താണ് അതിൻ്റെ ഈ പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് സ്പെക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് ഡിസൈൻ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിലത്തെ ഡിസൈൻ മാറിയിട്ടുണ്ട്. എനിക്ക് ഡിസൈറിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈനാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ട്, പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. റിയർ ഡിസൈൻ പിന്നെ എല്ലാ സ്വിഫ്റ്റും ഡിസൈർ നമ്മൾ നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് 360° ക്യാമറ ഡിസൈറിൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുപോലെ സൺറൂഫ് ഡിസൈറിൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ചധികം സംഭവങ്ങൾ എക്സ്ട്രാ വരുന്നതും ഡിസൈറിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ആ വണ്ടിയിൽ നമുക്ക് എക്സ്ട്രാ സ്പേസ് വരുന്നുണ്ട്. സെഡൻ ആയതുകൊണ്ട് ബൂട്ട് സ്പേസ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഗുണം, നമ്മൾ ആ വണ്ടി എടുക്കുന്നത് ബേസിക്കലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല. അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ AMTയോ മാനുവലോ എന്താണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോ എൻഡിൽ ഏകദേശം സിമിലർ പവർ ഡെലിവറി ഒക്കെ തന്നെ ആയിരിക്കും. കുറച്ച് വെയിറ്റ് കൂടുതൽ വരും സെഡാൻ ആയതുകൊണ്ട്. പക്ഷേ എന്നാലും അതധികം ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സ്വിഫ്റ്റാണ് നമ്മളെപ്പോഴും കുറച്ചും കൂടി ഒരു സ്പോർട്ടി സൈഡിലുള്ള വാഹനമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഈവൻ ഒരുപാട് ആൾക്കാർ വന്ന് മറ്റേ ഫാമിലി കാർ പോലെയൊക്കെയാണ് സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ, തേർഡ് ജനറേഷനൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ പിന്നെയും കുറവായിരുന്നു. അതായത് ആൾക്കാർ കുറച്ചുകൂടി സ്പോർട്ടി എലമെൻ്റ് ആയിട്ടാണ്. കാരണം അപ്പോൾ ഭയങ്കര ട്രാൻസാക്ഷൻ ആയിരുന്നു. നമുക്ക്
2005 ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് വരുമ്പം. കാരണം ആ സമയത്ത് അതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറച്ചും കൂടി ഒരു പഴയ ഡിസൈനുള്ള പോലത്തെ വണ്ടികളായിരുന്നു. സോ മാർക്കറ്റിൽ നിന്ന് കുറച്ചൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിയ വണ്ടിയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴും കുറച്ചൊക്കെ ആൾക്കാർ സ്പോർട്ടി ക്യാരക്ടറിന് വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. തേർഡ് ജനറേഷൻ ആയപ്പോഴേക്കും അത് മൊത്തത്തിൽ പോയി. ഫോർത്ത് ജനറേഷൻ ആയപ്പോഴേക്കും അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ടായി. കാരണം ഈ വണ്ടിക്ക് ഇപ്പോൾ സ്പോർട്ടി എന്ന് പറഞ്ഞ വാക്കിനോട് തന്നെ ഒരു ബന്ധമില്ല. കാരണം എഞ്ചിൻ വലിയ പവറില്ല, ഹാൻഡ്ലിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് ഓൾമോസ്റ്റ് തേർഡ് ജൻ സ്വിഫ്റ്റിൻ്റെ അതേ ഷാസിയൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ അവർ കുറച്ചും കൂടെ സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ വരുത്തി സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ല എഞ്ചിൻ വേണം ഇതിൻ്റെ അകത്ത്. അറ്റ്ലീസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന 1.2 NA പെട്രോൾ, അതായത് 4 സിലിണ്ടർ NA ആയാലും കുഴപ്പമില്ലായിരുന്നു. ശരിക്കും ഇവർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോങ്സിലൊക്കെ അവരിപ്പോൾ ടെർബോ പെട്രോൾ കൊടുക്കുന്നുണ്ട്. പണ്ട് ബലെനോ ആർസിലും നമുക്ക് 1 ലിറ്റർ ടെർബോ പെട്രോൾ ഉണ്ടായിരുന്നു, 1 ലിറ്റർ ബൂസ്റ്റർ സെറ്റാണ്. ഇപ്പോഴും ഫ്രോങ്സിൽ അതേ എഞ്ചിനാണ് വരുന്നത്. പണ്ട് അവരത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പ്രൈസ് കൂടുതലായിരുന്നു. ഇപ്പോൾ അവർ ഫ്രോങ്സിന് വേണ്ടി ആ എഞ്ചിൻ ഇവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റ വണ്ടിയിൽ മാത്രം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വിഫ്റ്റിലോ അല്ലെങ്കിൽ ബലെനോ വേണ്ട, സ്വിഫ്റ്റിൽ തന്നെ കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഷാസി കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടെ ഒരു കോർണേഴ്സൊക്കെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ സെക്കൻഡ് ജനറേഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് പോട്ടെ, നമുക്ക് ജസ്റ്റ് പവറിനെ പറ്റി മാത്രം സംസാരിക്കാം. അതിൻ്റെ കേസിൽ വരികയാണെങ്കിൽ പോലും അവർ ഇതിൻ്റെ അകത്ത് Z12 കൊടുത്തു. അത് മൈലേജ് വേണ്ടവർക്ക് അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് വേണ്ടി അത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ടോപ്പ് എൻഡിലോ സെക്കൻഡ് ടോപ്പ് എൻഡിലോ ഒക്കെ നമുക്ക് ഫ്രോങ്സിൽ കിട്ടുന്ന പോലെ ഇതിൻ്റെ അകത്തൊരു 1 ലിറ്റർ ബൂസ്റ്റർ സെറ്റ് കൊടുത്താൽ മതിയായിരുന്നു. ഓൺ പേപ്പർ 100 ഹോഴ്സ് പവറും പിന്നെ 147 ന്യൂട്ടൺ മീറ്റേഴ്സ് ടോർക്കും ഒക്കെ ഉള്ളൂ. BS 6.2 എമിഷൻ നോംസ് ആണ്. അതിൻ്റേതായിട്ടുള്ള നമുക്ക് പണ്ട് ബലെനോ ആർസിൽ കിട്ടി അത്ര അഗ്രസീവ് അല്ല എന്നൊക്കെ പറയാം. പക്ഷേ സ്റ്റിൽ ഈ എഞ്ചിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. പിന്നെ ഈ വണ്ടിക്ക് ഇപ്പോഴും 950 കിലോസിനടുത്തേ വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു എഞ്ചിൻ ഇതിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. ഓർ ഈ വണ്ടിയുടെ ഷാസി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മാത്രമുള്ള പെർഫോമൻസ് ഉറപ്പായിട്ടും കിട്ടും. നമുക്കിപ്പോൾ ഇൻ്റർനാഷണലി അവർ ആക്ച്വലി തേർഡ് ജൻ സ്വിഫ്റ്റ് വരെ സ്വിഫ്റ്റ് സ്പോർട്ട് എന്ന് പറഞ്ഞൊരു വണ്ടി നമ്മുടെ 1.4 ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വെച്ചിട്ട് കൊടുത്തിരുന്നു. അതൊന്നും വേണമെന്ന് നമുക്കിവിടെ ആവശ്യമില്ല. കാരണം അത് പറഞ്ഞു വരുമ്പോൾ 130 ഹോഴ്സ് പവർ 135 ഹോഴ്സ് പവർ എന്തായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും അത്യാവശ്യം പവർ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അത്രയൊന്നും ഇവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റെങ്കിലും അവർ തന്നാൽ മതി. അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം പവർ കിട്ടിയേനെ. അതാണ് ആൾക്കാർ ഈ വണ്ടി എത്രയധികം കുറ്റപ്പെടുത്തി. അവർ ഇതിന് ഇത്രയും ക്രിറ്റിസിസം വന്നു ഈ വണ്ടി വന്നപ്പോൾ. പിന്നെ ഡിസൈനിൻ്റെ കേസിൽ കുറേ പേര് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഇത്രയും പിന്നെയും പറഞ്ഞു, ഞാൻ ഡിസൈറിൻ്റെ കേസ് മാത്രം ഒരു എക്സ്ട്രാ ഓൾട്ടർനേറ്റീവായിട്ട് പറഞ്ഞോളൂ. പിന്നെ നമുക്കൊരു വേറെ ഓൾട്ടർനേറ്റീവ് വരുന്നത് നമ്മുടെ ബലെനോ ആണ്. എനിക്കെപ്പോഴും സ്വിഫ്റ്റ് എടുക്കുന്നതിലും ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ബലെനോ. കാരണം നമ്മളിപ്പം ഡിസൈർ എടുത്തില്ലെങ്കിൽ ഡിസൈറിൽ എക്സ്ട്രാ കിട്ടുന്നത് സൺറൂഫാണ്. ബാക്കി എല്ലാ സാധനങ്ങളും ബലെനോയിലും കിട്ടുന്നുണ്ട് ഫീച്ചേഴ്സായിട്ട്. പിന്നെ എൻ്റെ ഓൺ റോഡ് പ്രൈസ് ആണെങ്കിലും 10.64 lakhs ആണ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഓൺ റോഡ് കണ്ടത്. സോ സ്വിഫ്റ്റിൻ്റെ ടോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആകെപ്പാടെ 30,000 രൂപ നിങ്ങൾ കൂടുതൽ ഇട്ടാൽ മതി. ഓർ ഇതിപ്പോൾ ഓരോ വേരിയൻസ് അനുസരിച്ച് ഡിഫറൻസ് വരും കേട്ടോ. നിങ്ങളിപ്പം സെക്കൻഡ് ടോപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് അങ്ങനെയൊക്കെ ഏതെങ്കിലും വേരിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ, എന്നാൽ പോലും നമ്മളിപ്പോൾ എക്സ്ട്രാ ബലെനോയിൽ ഈ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇടുന്ന ക്യാഷിന് നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ബലെനോ ആണെങ്കിൽ അതിന് അത്യാവശ്യം ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഓവറോൾ സ്പേസിങ് കുറച്ചുകൂടി ബെറ്റർ ആണ്. നമുക്ക് ഈ പറഞ്ഞ 3 സിലിണ്ടർ എഞ്ചിൻ്റെ പ്രശ്നം വരുന്നില്ല. അതിൻ്റെ അകത്ത് സെയിം 4 സിലിണ്ടർ സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. മൈലേജ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ബലെനോയിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ മാരുതിയുടെ വണ്ടി തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബലെനോ എടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ വരുന്ന സ്വിഫ്റ്റ് എടുക്കുന്നതിലും എന്തുകൊണ്ടും പെട്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ എലക്ട്രോസ് ഒരു ഓപ്ഷനായിട്ട് വെക്കാം അതിൻ്റെ. പക്ഷേ ഇപ്പോൾ ടെർബോ പെട്രോൾ ഒന്നും അവർ കൊടുക്കുന്നില്ല. 1.2 NAയും ഡീസലും മാത്രമേ ഉള്ളൂ. അതിൽ പറഞ്ഞ പവറിൻ്റെ പ്രശ്നം ഡെഫിനറ്റ്ലി ഉണ്ട്. 1.2 3 സിലിണ്ടർ ഡ്രൈവോട്രോൺ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഡീസൽ എലക്ട്രോസ് ആക്ച്വലി നല്ലതാണ്. അതിന് എത്ര കാലം ഉണ്ടാകുമെന്ന് പോലും പറയാൻ പറ്റില്ല. അതേ കാലം ഉണ്ടാവില്ല. നമ്മുടെ BS7 ഒക്കെ, അതായത് 2027 ആകുമ്പോഴേക്കും മിക്കവാറും അത് നിർത്തി പോകേണ്ടതാണ്. വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഈ ഹാച്ച് ബാക്സിൻ്റെ കാറ്റഗറിയിൽ ഇനിയിപ്പോൾ പറയാനില്ല. i20 ഉണ്ട്. i20 നല്ലതാണ്. i20യുടെ 1.2 NAയിലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട നമ്മുടെ 1 ലിറ്റർ ടർബോ ആണ്. ഇപ്പോൾ 1 ലിറ്റർ ടർബോ നോർമൽ i20യിൽ കിട്ടുന്നില്ല, N-ലൈനിൽ മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ നമുക്കൊരു സ്പോർട്ടി ഹാച്ച് ബാക്ക് ആയിട്ട് ആകെപ്പാടി മാർക്കറ്റിൽ പറയാനുള്ളൊരു ഓപ്ഷൻ. അറ്റ്ലീസ്റ്റ് അവർ ടെർബോ പെട്രോൾ ഓപ്ഷനെങ്കിലും അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷനിൽ ചെറിയ റീട്യൂൺ വന്നിട്ടുണ്ട്. അതുപോലെ എക്സോസ്റ്റ് അവർ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി നോട്ടിലാണ് തരുന്നത്. അതൊക്കെ പണ്ട് തന്നുകൊണ്ടിരുന്ന ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. ആകെപ്പാടി ഇത് മാത്രമേ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്തായാലും അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം വലുതായെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒരു 8 മിനിറ്റിനുള്ളിലൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. എനിവേ നിങ്ങൾക്ക് എന്താണ് ഈ സ്വിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.